ചോദിക്കാനുള്ളത് ഡാനോട് ചൂരൽമലയിലെ ദുരന്തബാധിത മേഖലയിലെ തകർന്നടിഞ്ഞ വീടുകൾക്കിടയിൽ നിന്ന് സ്വർണവും പണവും കണ്ടെത്തിയിരുന്നു. അത് ഏതു ഭാഗത്താണ് ഡാൻ? ഇത് സാധാരണ തെരച്ചിലാണോ ഇത് കണ്ടെത്തിയത്? അല്പസമയം മുമ്പാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിന്റെ ഉദ്യോഗസ്ഥർ ചൂരൽമല ഹൈസ്കൂളിന് സമീപം നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് തകർന്നടിഞ്ഞ ഒരു വീടിന്റെ ഇടയിൽ നിന്ന് 5000 രൂപയും ചെളിയിൽ പുതഞ്ഞ നിലയിൽ 5000 രൂപയും മോതിരവും കൊലുസുമടക്കം സ്വർണ്ണാഭരണങ്ങളും കണ്ടെടുത്തിരിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെ ആരൊക്കെയോ കാത്തു സൂക്ഷിച്ച പണവും സ്വർണ്ണാഭരണങ്ങളും അതവർ അതുപോലെ തന്നെ പോലീസ് കൺട്രോൾ റൂമിൽ ചൂരൽമലയിൽ പോലീസ് കൺട്രോൾ റൂമുണ്ട്. അവിടെയാണ് ബേസ് ക്യാമ്പായി ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്നത്. അവിടെയുള്ള പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൈമാറിയിരിക്കുകയാണ്. ചെളിയിൽ പുരണ്ട നിലയിലാണ് ഈ പണവും സ്വർണ്ണാഭരണങ്ങളും അല്പസമയം മുമ്പ് ഈ പരിശോധനകൾ പുരോഗമിക്കുന്നതിനിടയിൽ കണ്ടെത്തിയത്. അങ്ങനെ എത്രയോ കാഴ്ചകളാണ് ദുരന്ത മേഖലയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അവിടെ തെരച്ചിൽ അത് പുരോഗമിക്കുകയാണ്. ജനകീയ തെരച്ചിലാണ്. അതൊരു പക്ഷേ കൂടുതൽ സാധ്യതകൾ തേടുകയാണ്. ജനങ്ങളെ കൂടുതൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരമാവധി എത്രമാത്രം നമുക്ക് ദുരന്തത്തെ അതിജീവിക്കാൻ കൈകോർത്തു നിൽക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ശ്രമം എന്നോണം ജനകീയമായി തന്നെ തെരച്ചിൽ നടക്കുന്നു. പ്രധാനമന്ത്രി നാളെ എത്തുന്ന സാഹചര്യത്തിൽ തെരച്ചിലിൻ്റെ വേഗം ഇന്ന് 11:30 വരെ മാത്രമേ ഉണ്ടാകൂ. അതിനുശേഷം അത് ഒഴിവാക്കുമെന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരോടെ എത്തുന്ന. ഡാൻ, ഈ അവിടെ പ്രതികരണങ്ങളിലൊക്കെ സാധ്യതയുണ്ട്. ഇത് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഓക്കെ ഡാൻ, അവിടെ പ്രതികരണങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ? അവർ ഈ തെരച്ചിൽ നടത്തുന്ന ആളുകൾക്കിടയിലാണെങ്കിൽ പോലും സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് സംശയം. തീർച്ചയായിട്ടുമല്ലോ അവർ ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവരുടെ ഒരു തടസ്സമുണ്ടാക്കാതിരിക്കാൻ അവരുടെ പ്രതികരണങ്ങളിലേക്കൊന്നും പോകാതിരുന്നത്. പക്ഷേ തീർച്ചയായിട്ടും തെരച്ചിൽ നടത്തുന്ന സ്ഥലങ്ങളിലേക്ക് സ്വാഭാവികമായി അതിന് നേതൃത്വം നൽകുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെത്തലുകൾ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് കൃത്യമായി നമുക്ക് അവരുടെ ഭാഗത്തു നിന്ന് തന്നെ അത് ചോദിച്ചറിയാം. ഞങ്ങൾ ആ സ്ഥലങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തരത്തിൽ ചെളി നിറഞ്ഞിരിക്കുന്ന വഴിയാണ്. ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ കാൽ പുതഞ്ഞ ചെളിയിൽ ും ആ സ്ഥിതിക്ക് ഇപ്പോഴും 10 ദിവസത്തിന് ഇപ്പോഴും അതിന് മാറ്റം വന്നിട്ടില്ല എന്നത് തന്നെയാണ് ഈ സമയമെടുക്കുക. ഞാൻ അപ്പോഴേക്കും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണത്തിലേക്ക് പോയ ശേഷം അപ്പോഴേക്കും ഡാൻ തെരച്ചിൽ നടക്കുന്ന സംഘത്തിനടുത്തേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകുമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് ന്യൂസ് 18 പറഞ്ഞു. ജനകീയ തെരച്ചിൽ അത് ഞായറാഴ്ചയും തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ കാണാതായ 131 ആളുകളെ തേടി ജനകീയ തെരച്ചിൽ രാവിലെ 6 മണിക്ക് തുടങ്ങിയതാണ്. 3 മണിക്കൂർ പിന്നിടുമ്പോഴും പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, അതോടൊപ്പം ചൂരൽമലയുടെ ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലാണ് സന്നദ്ധ സംഘടനകളുടെയും പോലീസിന്റെയും അഗ്നിശമന സേനയുടെയും NDRFന്റെയും ഒപ്പം ക്യാമ്പുകളിൽ ഉണ്ടായിരുന്ന 190 ആളുകൾ കൂടി ഉൾപ്പെട്ടുകൊണ്ട്, പ്രദേശവാസികൾ കൂടി ഉൾപ്പെട്ടുകൊണ്ട് ഈ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ ഈ ജനകീയ തെരച്ചിലിന് നേതൃത്വം നൽകാൻ ഇവിടെയുണ്ട്. സ്വാഭാവികമായി ഇത്തരത്തിൽ വലിയൊരു തെരച്ചിൽ, അതായത് ഇത്രയധികം ദിവസം പിന്നിട്ടിട്ടും 130-ലേറെ ആളുകളെ കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഈ തെരച്ചിൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി മുണ്ടക്കൈ അതോടൊപ്പം പുഞ്ചിരിമട്ടം ഈ 2 ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളാണ് വ്യാപകമായി കാണാതായിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അതോടൊപ്പം ആശങ്കയായി പുറത്തുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇപ്പോൾ ഈ ക്യാമ്പുകളിൽ നിന്ന് 190 പേരെ, അതായത് പ്രദേശവാസികളായ 190 പേരെ ഈ തെരച്ചിലിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെ മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ അവരെ ഈ തെരച്ചിൽ നടത്തുന്ന സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം തന്നെ അവരെ നേരിട്ട് ഹസ്തദാനം ചെയ്ത് മുകളിലേക്ക് എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങളാണ്. തീരാ വേദനയ്ക്ക് നടുവിലാണ് അവർ ദുരിതബാധിതർ ഈ മേഖലയിലേക്ക്, അതായത് ഈ ദുരന്തം നടന്ന മേഖലയിലേക്ക് വീണ്ടും എത്തുന്നത്. അന്ന്
ഓക്കെ, മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണത്തിലേക്കാണ് നമ്മൾ വരുന്നത്. തങ്ങളുടെ ഒപ്പമുണ്ടായിരുന്ന അയൽവാസികളെ അവർ എവിടെയാണെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ലാത്ത പശ്ചാത്തലത്തിൽ അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിലിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി 190 പേരെയാണ് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള മേഖലയിലുള്ള 190 പേരെയാണ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും വൈകാരികമായ വാക്കുകൾ, വൈകാരികമായ പ്രതികരണം അത് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു തെരച്ചിലിന് നേതൃത്വം നൽകാൻ മന്ത്രിമാർ തന്നെ ഇവിടേക്ക് നേരിട്ട് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതും ഈ ഘട്ടത്തിൽ